നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 29/5/2026 ഉത്തരവ് പ്രകാരം കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ 238, 239 വകുപ്പുകൾ പ്രകാരം ഒരു വസ്തുവിൽ വളർന്നു നിൽക്കുന്ന പുൽച്ചെടികളും മറ്റ് അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന വലിയ കാടുകളും വെട്ടിമാറ്റുന്നതിനും മനുഷ്യജീവന് അപകടം ഉണ്ടാക്കത്തക്ക തരത്തിൽ അത്തരം പുല്ലുകൾ വെട്ടിത്തെളിച്ച് പാമ്പും മറ്റ് ജീവികളും വളരുന്നതും പെരുകുന്നതും തടഞ്ഞ് മനുഷ്യജീവനെ സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അതിനുള്ള അധികാരം അതാത് പഞ്ചായത്തിന് ഉള്ളതാണ്. ഉടമസ്ഥർ ഇല്ലാത്തതോ ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്തതോ ആയ പുരയിടത്തിൽ പഞ്ചായത്ത് അത്തരത്തിൽ വൃത്തിയാക്കിയ ശേഷം അതിന് ചെലവാകുന്ന തുക ഉടമസ്ഥനെ കണ്ടെത്തുന്ന മുറയ്ക്ക് അയാളിൽ നിന്നും ഈടാക്കാവുന്നതാണ്. ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയില്ല എന്ന സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് ഇത്തരം ഉത്തരവാദിത്വത്തിൽ നിന്നും പഞ്ചായത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ജിജി വർഗീസ് വേഴ്സസ് വില്ലേജ് ഓഫീസർ എന്ന കേസിൽ പരാതിക്കാരൻ്റെ തൊട്ടടുത്ത പുരയിടത്തിൽ നിൽക്കുന്ന പുൽച്ചെടികളും വലിയ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടും 10 ദിവസത്തിനകം വൃത്തിയാക്കുവാനാണ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ പരാതിക്കാരൻ്റെ അപേക്ഷ പരിഗണിക്കാതിരുന്ന അവസരത്തിലാണ് അയാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. വൃത്തിയാക്കിയ ശേഷം ഉടമസ്ഥനെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഈ തുക കുടിശ്ശിക ഈടാക്കുന്ന തരത്തിൽ ഉടമസ്ഥയിൽ നിന്നും ഈടാക്കിയെടുക്കാമെന്നും ഹൈക്കോടതി മേപ്പിടി വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. നന്ദി, നമസ്കാരം.